പെടുത്തിക്കളയരുത്. വേണ്ട, ഉണ്ടത്തി ചേച്ചി അകത്ത് എന്നിട്ട് പോലീസിനെ വിളിക്കാനാ പരിപാടി തോന്നി അത് വേണ്ട. അവര് വന്ന് നോക്കുമ്പോ പണിക്കര് സാറിനെ കാണാനായിട്ട് പാണ്ടിലോറി കയറി ഇറങ്ങിയ പോലെയോ പ്ലെങ്ങിട്ട്. അപ്പൊ പണിക്കര് മുതലാളി എപ്പോഴാ ഇവിടെ പകൽ കൃഷി തുടങ്ങിയത്? രാത്രിയിലായിരുന്നല്ലോ പതിവ്. അല്ല, അതിൽ തെറ്റി പറയാനില്ല. മക്കളൊക്കെ തെങ്ങടിച്ച പന വീഴുന്ന പ്രായത്തിലായി. ഉണ്ടായിരുന്ന ഭാര്യയോട് സ്നേഹം കൂടിയപ്പോ വയറ്റിലിങ്ങനെ വെറുതെ ചവിട്ടിയ കൊന്നു. അപ്പോ പണിക്കർക്ക് ആരെയും ഇത്തിരി പ്രന്യാസം ഉണ്ടാവുന്ന ആണ്ടവനറിയാം, ജോറായിട്ടറിയാം. ഇത് പോട്ടെ, പക്ഷെ കൊള്ളാവുന്ന പെമ്പിള്ളേരെ വഴിയിൽ ഇങ്ങനെ തടഞ്ഞു നിർത്തി ഗുണ്ടകളെ കൊണ്ട് നാണം കെടുത്തി പ്രന്യാസം തീർക്കണ ഏർപ്പാടുണ്ടല്ലോ, അതിന് വേണ്ട. അങ്ങനെ ചെയ്തെടുത്തപ്പോ കോടതിയിൽ ശിക്ഷയും കാത്ത് നിൽക്കാവും. തന്റെ വലം കൈ ടൈസൺ ജോർജ്. ഇത്രയും കാലം തന്നെ ഞാൻ വളരാൻ വിടുകയായിരുന്നു. വെട്ടുമ്പോ കാതിലുള്ള മരം വെട്ടുന്ന സുഖം. ഇനി ആണ്ടവൻ വെട്ട് തുടങ്ങാൻ പോവാ. ഈ നാടിനെയും നിയമത്തെയും പറ്റിച്ച് താനും മക്കളും കൂടി കളിച്ച മുഴുവൻ കളികളും ഞാൻ വെട്ടിക്കരി പുറത്തിടും. നീ പാടുപെടും മോനെ, പാടുപെടും. മനുഷ്യനെ പ്രാന്തടിപ്പിക്കാൻ. നീ ഇങ്ങനെ ചെങ്കീരി കലക്കവെള്ളം മോന്തറ പോലെ പിന്നെയും തേവാതെ എന്തെങ്കിലും ഒന്ന് വാതർന്ന് പറ. ഓ, അച്ഛനൊന്ന് പിടയ്ക്കാതിരിക്കെ. ഞാൻ പിടയ്ക്കൂടാ. ജയിലിൽ കിടന്ന് അഴി എണ്ണി കൊഴയണത് എന്റെ വലം കൈയായ ഒരുത്തരാ. നീ നിന്റെ അനിയനകത്തായാലും ഞാൻ ഇത്ര പിടക്കില്ല. പോലീസുകാർ പഠിച്ച പണി 18 നോക്കി. ആണ്ടവനെ കിട്ടിയോ? കിട്ടിയില്ല. അവൻ എന്റെ അടുത്ത് വരുന്നു, വിലാസിന്റെ അടുത്ത് വരുന്നു. അച്ഛനത് ഏത് വിലാസിന്റെ കാര്യം പറയുന്നത്? ഏത് പെണ്ണാക്കാണ്? നമ്മുടെ കുന്നുപുറത്തെ വിലാസിനി. അച്ഛൻ എന്തിനാ അവിടെ പോയത്? മേലനെങ്കിൽ പണിയാത്തവന്റെ ചോദ്യം ചെയ്യാൻ വന്നാലുണ്ടല്ലോ, ഉണ്ട കണ്ട് 2 കുത്തി പൊട്ടിക്കും ഞാൻ. ഓയി മൊബൈൽ ഫോണിൽ SMS വിട്ട് കളിക്കണ തെണ്ടി വിലാസിനി ആരെന്ന്. അച്ഛന്റെ തിരുമല കേന്ദ്രത്തിൽ എല്ലാ വർഷവും എണ്ണപ്പാത്തിയിലിട്ട് ഉരുട്ടിയും ചവിട്ടി ഒഴിഞ്ഞും വളർത്തിയെടുത്ത ടൈസന്റെ ദേഹത്ത് ഒരു പോർല് വീഴ്ത്താൻ ഡിപ്പാർട്ട്മെന്റിലെ കൊടവേറി ചാടിയ പോലീസുകാരും ഇൻസ്പെക്ടർ വേഷം കെട്ടിയ വേറെ ഒരു പെണ്ണും പോരാ. SI ശ്രീരേഖ ഒരു പാവക്കൂത്ത് കളിക്കാ. ചരട് മുഴുവൻ അവന്റെ കയ്യിലും. ആണ്ടവന്റെ. അപ്പൊ അവൻ അവൾ ഒന്നായോ? ബെസ്റ്റ്, നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. ഒരു കള്ളനും പോലീസും അപ്പുറത്ത്, വേറൊരു കള്ളനും പോലീസും ഇപ്പുറത്ത്. അപ്പുറത്ത് പോടാ മൊബൈൽ മോനെ. സദാശിവ, അവരൊന്നിക്കട്ടെ. അവന് വേണ്ടി ന്യായം പറയാൻ അവള് കൂടെ വേണം. പണ്ട് മുതലേ ഞാൻ ചതിച്ചും പറ്റിച്ചും മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ആ കളി ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ലെന്ന് അവൾ കൂടി അറിയണം. അതിനുള്ള ഗ്യാപ്പ് കിട്ടുമോന്നാ എന്റെ പേടി. പരമേശ്വര പണിക്കർക്ക് മുട്ടുപറയ്ക്കാൻ തുടങ്ങിയല്ലേ? പിന്നെയും പണി കിട്ടിക്കൊണ്ടിരിക്കല്ലേ മോനെ? അതിന്റെ മുഴുവൻ കണക്കും അവൻ പറയും. എണ്ണി നമ്മൾ പറയിക്കും. നീതിന്യായ കോടതിയിലല്ല, പണിക്കർ ഗ്രൂപ്പിന്റെ ഈ കോടതിയിൽ. അവനെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താനുള്ള സ്പെഷ്യൽ ഡ്യൂട്ടി ഇനി ഇൻസ്പെക്ടർ ശ്രീരേഖയ്ക്ക്. അവൾക്ക് മുമ്പിൽ വെച്ച് അച്ഛൻ പറയും അവനുള്ള വിധി. ചെയ്ത ഓരോന്നിനും പരമാവധി ശിക്ഷ മാത്രം വിധിക്കുന്ന നമ്മുടെ മാത്രം വിധി നടത്തിപ്പ്. എന്താ പോരെ? ജോറായിണ്ട് മോനെ, ജോറായിണ്ട്. ആണുങ്ങളായി ഇങ്ങനെ തന്നെ വേണം. വീറും വാശിയും പകയും പ്രതികാരവും. അങ്ങനെ ഇത്തിരി എരുമ്പുളി ഉണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കളി ഒന്ന് പെരുകൊള്ളു. അതിനിടയിൽ ഒരു ചായ കുടിച്ചു വരാനുള്ള സമയമുണ്ട്. പുക വലിച്ച് പോലീസിനെ പിടിയിലാവരുതിട്ടാ. ഞാനിതിനുള്ളിൽ കാത്തിരിക്കുന്നുണ്ടാവും. ഇതെന്തത് മാനം നോക്കി കറിയണേ? പറയൂട്ടാ. അതെന്തിനാ? എന്നിട്ടാ കോണി എവിടെ? അവനെ നമുക്ക് വെളിച്ചത്ത് ചോറ് കൊടുത്തിട്ട് ഇരുട്ടത്ത് കിടത്താം. എന്താ പോരെ? എന്നാ വാ. ഇവിടെ എന്താ കയ്യില്? മൊബൈല്. ഞാൻ പോയി വരുമ്പോഴേക്ക് കണക്ഷനും കിട്ടിയോ? എല്ലാം പെട്ടെന്നായിരുന്നു. എന്നിട്ടാണ് അമ്മയെ വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേ. അമ്മയുടെ നമ്പർ എത്രയാ? 1 2 3 4 5 6 7. മതി. ഇനി കൂടുതൽ അടിച്ചല്ലേ റോങ് നമ്പർ പോകും. വിളിച്ചോക്കട്ടെ. ഹലോ, സ്പൈഡർമാന്റെ അമ്മയല്ലേ? നിങ്ങൾ എന്തു പണിയെ കാണിച്ചേ? നിങ്ങൾ മോനെ കാണാൻ വരാന്ന് പറഞ്ഞിട്ട് എവിടെയത്? എന്നാ വരാ? അടുത്ത ആഴ്ചയോ? മതി, വേഗം വരണേ. മോൻ കാത്തിരിക്കും.
പിടിക്കുക. ഓക്കെ 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 അല്ലേ? ഓക്കെ. ഇനി ദീപനെ ഇതൊന്ന് അങ്ങോട്ട് ഇട്ടേൻ. ദാ, ദേ നോക്കിയേ. ദേ സ്പൈഡർമാൻ. നോക്കടാ കോണിക്കുട്ടി, കാലക്കി. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഗുഡ് മോർണിംഗ് സർ. എന്തായി? അറസ്റ്റ് റെക്കോർഡ് ചെയ്തോ? ഏതായാലും ശ്രീരേഖ തന്നെ അവനെ കോടതിയിൽ ഹാജരാക്കിയേക്ക്. ആ തൊപ്പിയിൽ ഒരു തൂവൽ കൂടി കയറട്ടെ. സർ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ആ, നമ്മുടെ ആണ്ടവന്റെ അറസ്റ്റ്. എന്താ, അറസ്റ്റ് നടന്നില്ലേ? ഒരാഴ്ച മുമ്പ് അസൈൻമെന്റ് ഏൽപ്പിക്കുമ്പോ 48 മണിക്കൂറായിരുന്നു അനുവദിച്ച സമയം. ഓർമ്മയുണ്ട് സർ. ഓഹോ, അപ്പോഴെന്തായിരുന്നു മനസ്സിൽ? ശ്രീരേഖ ഒരു കേസ് ഏറ്റെടുത്ത ആണ്ടവൻ തനിയെ വന്ന് ലോക്കപ്പിൽ കയറി വാതിലടയ്ക്കുമെന്നോ? ഈ ഒരാഴ്ച എവിടെയെല്ലാം അന്വേഷിച്ചു? സർ, സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും. ചേരിക്കടുത്ത് 4 പോലീസുകാരെ സ്പെഷ്യൽ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. Then what happened? പണ്ട് പുലിയെ പിടിക്കാൻ നായാട്ടിനിറങ്ങുന്നവർ പുലിയെ കിട്ടിയില്ലെങ്കിലും അതിന്റെ മട കണ്ടുവന്ന് തെളിയിക്കാൻ 2 പൂടെയെങ്കിലും പെറുക്കിക്കൊണ്ട് വരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കിട്ടിയോ ഇൻസ്പെക്ടർ ശ്രീരേഖയ്ക്ക്? നിങ്ങൾ ഈ ഡ്യൂട്ടി ഏറ്റെടുക്കുമ്പോൾ ഒരിക്കലും ആണ്ടവനെ പിടിക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. ടൈസൺ ജോർജിനെ അകത്താക്കി തന്നവരോട് നന്ദികേട് കാണിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? സർ, പ്ലീസ്. ശ്രീരേഖ മോളെ, ഒടിയന് മുമ്പിൽ മായം കളിക്കല്ലേ. ഇത്തിരി ഉള്ളപ്പോ മുതൽ നീ അവന്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചിട്ടുള്ളൂ. പഴയ സെന്റിമെന്റ്സ് വെച്ച് അവനെ സഹായിക്കാൻ ശ്രമിച്ച സർ, വാട്ട് യു മീൻ? നിനക്കറിയില്ലല്ലേ? കള്ളൻ എന്ന നാണക്കേട് മറയ്ക്കാൻ അമ്പലക്കുളത്തിൽ ചാടിച്ചത്ത വേലായുധന്റെ മകൻ മുരുകൻ എന്ന ആണ്ടവനെ നിനക്കറിയില്ല അല്ലേ? അവനെ വിലങ്ങ് വെക്കാൻ നിന്റെ കൈ പൊങ്ങില്ല. സോ ഈ നിമിഷം മുതൽ ആ ഡ്യൂട്ടി ഞാൻ ടേക്ക് ഓവർ ചെയ്യുന്നു. പോലീസ് പണി ഞങ്ങൾ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണടി. കൈക്കരുത്തും നെഞ്ചുറപ്പുള്ള ആണുങ്ങൾക്ക്. അതവനെ പിടിക്കാനുള്ള പോലീസ് ഞാനേ. പോലീസ് പോലീസ് മൂടിയെടുത്ത് മൂടിയിട്ട് കുട്ടിയെടുത്ത് മുകളിൽ വെക്കണം. കുട്ടിയെടുത്ത് മൂടിയെടുത്ത് മുകളിൽ വെക്കാം. എന്തെങ്കിലുമൊക്കെ ഒന്ന് മൂടാ പന്നി. ടൗണിൽ കുപ്പിയും പാട്ടും പെറുക്കി തെരുവിൽ സാധനങ്ങളും വിറ്റ് ജീവിക്കുന്ന പിള്ളേരാ. ആണ്ടവന്റെ വാനരപ്പട അല്ലേ?